ഇന്നലെ ഓണവാരാഘോഷം കാണാൻ പോയപ്പോഴും ആ ദിവസം തിരുവനന്തപുരം നഗരം മുഴുവൻ ജനസാഗരമായി മാറും. ആ ദിവസം തെരുവിലുള്ള പൂച്ചകൾക്കും പട്ടികൾക്കും ഫുഡൊക്കെ കൊടുക്കുന്ന വലിയ ചാലഞ്ചിങ് ആയിട്ട് ഇപ്പോഴേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയി. ഇതൊരു ഷോപ്പിൻ്റെ അടുത്തുള്ള 2 പൂച്ചകളാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഘോഷയാത്ര നടക്കുന്നത്. അപ്പോൾ അവിടെ ഷോപ്പ് അടച്ചിട്ടിരിക്കുന്ന ഷോപ്പാണ്. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും ആദ്യം ഫുഡൊക്കെ കൊടുത്ത്, അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ നമ്മൾ സക്സസ് ആയി. അതിന് ശേഷം മാർക്കറ്റൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അവിടെയുള്ള കുറേ പൂച്ചകൾക്കും ഫുഡൊക്കെ കൊടുത്ത്, പിന്നെ ഡോഗ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഡോഗ്സിനെ കണ്ടില്ല. ഇപ്പോൾ ഘോഷയാത്ര തുടങ്ങാറായി. അപ്പം ഘോഷയാത്രയെങ്കിലും ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് പേര് ഘോഷയാത്രയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊക്കെ സ്ട്രേ ഡോഗ്സൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഒരുപാട് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളിലാണ് അവർക്കൊക്കെ ഫുഡ് കൊടുത്തത്. ഇനി ഘോഷയാത്രയൊക്കെ കുറേ നേരം കണ്ടതിന് ശേഷം വീണ്ടും ഫുട്പാത്തിലുള്ള ഡോഗ്സിന് ഫുഡ് കൊടുക്കാൻ പറ്റി. ഫുട്പാത്തിലെ ഡോഗ് പേടിച്ച് മാറി ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർക്ക് പക്ഷേ ഫുഡ് കൊടുക്കാൻ പറ്റി. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഘോഷയാത്രയാണ്. അങ്ങനെ അവർക്കും ഫുഡ് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതിന് ശേഷം ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങുന്ന വരിയിൽ കുറേ സ്ട്രേ ഡോഗ്സിനെയൊക്കെ കണ്ട്. എത്ര ജനത്തിനെ കൊണ്ടായിട്ട് ഒരു സ്ട്രേ ഡോഗ് പോലും ആരെ ആക്രമിച്ചിട്ടുണ്ട്. അതവിടെ ഒതുങ്ങി അതിൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മ്യൂസിയത്തിൽ പോയി അവിടെയുള്ള ഡോഗാണെങ്കിൽ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ എത്ര ജനത്തിലേക്ക് ഈ ഡോഗ്സ് ഒന്നും ആരെ ആക്രമിച്ചില്ല, അവർക്ക് ഫുഡും കൊടുക്കാം.